ബെർലിനിൽ സ്പാനിഷ് വസന്തം. യൂറോ കലാശപ്പോരിൽ ഇംഗ്ലണ്ടിനെ വീഴ്ത്തി സ്പെയിൻ കിരീടം ചൂടി. ആവേശകരമായ ഫൈനലിൽ ഇംഗ്ലണ്ടിനെ 1-നെതിരെ 2 ഗോളുകൾക്കാണ് സ്പെയിൻ പരാജയപ്പെടുത്തിയത്. സ്പെയിൻ്റെ 4ാം യൂറോ കിരീടമാണിത്. ഇരു ടീമുകളും പതിഞ്ഞ താളത്തിൽ കളിച്ചപ്പോൾ ഗോൾ രഹിതമായിരുന്നു ആദ്യ പകുതി. രണ്ടാം പകുതി ഫൈനലിൻ്റെ കഥ എഴുതി. രണ്ടാം പകുതി തുടങ്ങി 2 മിനിറ്റ് കഴിയും മുന്നേ മത്സരത്തിലെ ആദ്യ ഗോളെത്തി. സ്പെയിനിൻ്റെ യുവ കൂട്ടുകെട്ട് അവർക്ക് ലീഡ് സമ്മാനിച്ചു. ലാമിൻ യമാലിൻ്റെ അസിസ്റ്റിൽ നിക്കോ വില്യംസ് ആയിരുന്നു സ്കോറർ. ഗോൾ വീണതോടെ ഇരു ടീമുകളും ആക്രമണം ശക്തമാക്കി. മത്സരം പുരോഗമിക്കവേ 73ാം മിനിറ്റിൽ ഇംഗ്ലണ്ട് തിരിച്ചടിച്ചു. ജൂഡ് ബെല്ലിംഗ്ഹാമിൻ്റെ അസിസ്റ്റിൽ പകരക്കാരനായി എത്തിയ കോൾ പാൽമർ മനോഹരമായ ഷോട്ടിലൂടെ സ്പാനിഷ് വലയിൽ പന്തെത്തിച്ചു. മത്സരം സമനിലയിൽ നീങ്ങവേ 87ാം മിനിറ്റിൽ കുക്രയുടെ ക്രോസിൽ പകരക്കാരനായി എത്തിയ ഓയർസബാൽ ഇംഗ്ലണ്ടിൻ്റെ നെഞ്ചു തകർത്ത് പന്ത് വലയിലെത്തിച്ചു. ഫൈനൽ വിസിലിന് മിനിറ്റുകൾ ബാക്കി നിൽക്കെ സ്പെയിൻ മുന്നിൽ. അവസാന നിമിഷങ്ങളിൽ ഇംഗ്ലണ്ടിൻ്റെ 2 ഹെഡറുകൾ, ഒന്ന് സ്പാനിഷ് കീപ്പറും മറ്റൊന്ന് ഗോൾ ലൈനിൽ നിന്ന് ഓൾമയും രക്ഷപ്പെടുത്തിയതോടെ സ്പെയിൻ യൂറോപ്പിലെ രാജാക്കന്മാരായി. 4ാം കിരീടത്തോടെ സ്പെയിൻ ഏറ്റവും കൂടുതൽ യൂറോ കപ്പ് നേടുന്ന ടീമായി മാറി. തുടർച്ചയായ 2ാം ഫൈനലിലും തോറ്റ് ഇംഗ്ലണ്ടിന് നിരാശയോടെ മടക്കം. മത്സരത്തിലെ കണക്കുകളിലേക്ക് നോക്കുകയാണെങ്കിൽ 66% സമയവും പന്ത് കൈവശം വെച്ച് കളിച്ചത് സ്പെയിനായിരുന്നു. 16 ഷോട്ടുകളാണ് സ്പെയിൻ തൊടുത്തത്. 6 എണ്ണം ഷോട്ട് ഓൺ ടാർഗറ്റ്. 545 പാസുകൾ 89% കൃത്യതയോടെ സ്പെയിൻ പൂർത്തിയാക്കി. 9 ഷോട്ടുകളാണ് ഇംഗ്ലണ്ട് തൊടുത്തത്. 4 എണ്ണം ഷോട്ട് ഓൺ ടാർഗറ്റ്. 294 പാസുകൾ 77% കൃത്യതയോടെ ഇംഗ്ലണ്ട് പൂർത്തിയാക്കി. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ.